ഇന്ത്യൻ ബൈക്കിംഗ് 3Dയുടെ വെബ് സീരീസ് ആയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെബ് സീരീസ് എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ ഫ്രാങ്ക്ലിനെ കൊണ്ടുപോയി ചെയ്തത്. അപ്പം നമ്മൾ അതിന് ഇവിടെ എത്തിയിട്ട് അപ്പം ഓള് നമ്മളെ ലെസ്റ്ററിൻ്റെ അതുപോലെ തന്നെ മൈക്കിളിൻ്റെ ട്രോണിൻ്റെ ഒക്കെ അടുത്താണ് സംഭവം. ഓലിപ്പിയ പണി ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഓളം നല്ല അടുത്താണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരും ചെയ്യും. നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ പഴയ വീട്ടിലാണ്. എന്തായാലും എവിഡൻസ് കിട്ടും വിചാരിച്ചു വന്നതിന്. സംഭവം മോള് ജിമ്മ കണ്ടു സെക്കൻഡ് സെറ്റാണ്. ഇവിടെ ഡിഫൻഡർ എടുത്തതിന് നമ്മൾ വന്നതിന്. സെക്കൻഡ് ഡിഫൻഡർ ബ്ലാക്ക് കേട്ടോ, റെഡ് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്ക് ആക്കിയെന്ന്. സംഭവം ബ്ലാക്കിലെ കാണാൻ രസം. പിന്നെ ബ്ലാക്കൊക്കെ വിചാരിച്ചിരിക്കുന്നു. ഏതായാലും നമ്മൾ ബ്ലാക്ക് ആക്കി. നമ്മൾ ഈ വണ്ടി മാത്രമല്ല കേട്ടോ ഗൈസ്, വേറെ വണ്ടി ഉണ്ട്. നമ്മളങ്ങോട്ട് പോയി ലാൻഡ് ക്രൂസറിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ലാൻഡ് ക്രൂസർ എടുത്ത് പോകണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലേക്ക് പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ കയറി അതിനകത്ത് ആട്ടൊക്കെ കയറുന്നു. ചെറുതായിട്ട് വീടൊക്കെ ചെയ്ത് കാരണം വൈപ്പാക്കാൻ നിൽക്കണ്ട. അപ്പം നമുക്ക് എത്തിച്ചെങ്ങനെ കളിച്ച് ചെറുതായതുകൊണ്ട് മര്യാദയ്ക്ക് നടക്കാനും കഴിയില്ല ഗൈസ്. നമ്മളിങ്ങോട്ട് വന്നാൽ എവിഡൻസ് ഇട്ടുമോ നോക്കിയാണ്. ഇവിടെ ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ആ CCTV അല്ലാതെ ഇവിടുന്നൊന്നും കിട്ടിയില്ല. സംഭവം ഇത് നമ്മളെ പുരയൊക്കെ പോട്ടോ. സംഭവം വേറെ എന്തോ അല്ല ഗൈസ്, എന്തോ ഒരു ശത്രുത അല്ലാതെ കൊണ്ടുപോകില്ല. എന്തോ ഒരു ശത്രുത ആണെന്നുള്ള നോക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് നോക്കിയത്. പിന്നെ പോലീസിൻ്റെ ഇതിലൊക്കെ നോക്കിയപ്പം കേട്ട ലോഡായിട്ട് എന്തോ ശത്രുത ഉണ്ട് എന്ന് പറഞ്ഞിട്ടെന്ന്. പക്ഷേ ഈ കാരിമിനായിട്ട് ഒരു ശത്രുത അല്ല, ഒരു ഇതുവരെ കണ്ടില്ല. നമുക്ക് ഏതായാലും പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർട്ട് ചെയ്തില്ല കേട്ടോ ഗൈസ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർട്ട് ചെയ്തില്ല. നമ്മളെ രീതിയിലൊന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇപ്പം ഫ്രാങ്ക്ലിൻ്റെ ഡിഫൻഡറിലാണ്. അപ്പം നമ്മളെ വീട്ടിൽ പാക ഷിഫ്റ്റ് ലാൻഡ് ക്രൂസർ അങ്ങനെ കൊള്ളു, ഒരു വണ്ടിയില്ല ഗൈസ്. പിന്നെ ഈ വണ്ടി നമ്മളെ പുര വെക്കാൻ വിചാരിച്ച് കേസ്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയേക്കാണ്. പക്ഷേ ലാൻഡ് ക്രൂസർ ഇവിടെ കാണുന്നുണ്ട്. ഷിഫ്റ്റ് ഇവിടെ തന്നെയാണ് നമ്മൾ വെച്ച് കാണില്ല. ലാൻഡ് ക്രൂസർ നമ്മളെ പെന്നി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വെച്ചാട്ട് ഗൈസ്. നമുക്ക് ഇവിടെ തപ്പിയേക്കാം. നമ്മളെ BMW ഉണ്ട്. ലംബോർഗിനി നമ്മൾ മാറ്റി വെച്ചാണ് കേട്ടോ ഗൈസ്. പിന്നെ കുറച്ച് കാർസൊക്കെ ഉണ്ട് നമ്മൾ മാറ്റി വെച്ചാൽ. പെന്നിനും വിളിച്ചു നോക്കണം. ഈ ഡിഫൻഡറൊന്നും അങ്ങോട്ട് മാറ്റിയേക്കാം ഗൈസ്. അത് ചിലപ്പോൾ കാരിമിനായിട്ട് ഇങ്ങനെ കണ്ട സംഭവം മൂപ്പർക്ക് അറിയേക്കും. നമ്മളെ ലെജൻഡറും നമ്മൾ മാറ്റി വെച്ചാണ് കേട്ടോ ഗൈസ്. ഫ്രാങ്ക്ലിൻ്റെ വീട്ടിൽ ലെജൻഡറും എടുക്കേണ്ടിയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചത്. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടത് എന്താ പ്രശ്നമെന്നൊക്കെ. പോലീസ് സ്റ്റേഷനിലും പോകേണ്ടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഈ വണ്ടി ചിലപ്പോൾ ഒരു പൊട്ടി തെറിപ്പിച്ചാൻ കാരണമുണ്ട്. നമ്മൾ ഫ്രാങ്ക്ലിൻ പൊന്നു പോലെ നയിച്ച് വാങ്ങിയ വണ്ടിയാണ് കേട്ടോ ഗൈസ്. നമ്മൾ അയ്യോറിൻ്റെ വണ്ടി മാറ്റി വെച്ചാണ് സംഭവം. ഇവിടെ ഇനി സത്യത്തിൽ മൈക്കിളിൻ്റെ ലെസ്റ്ററിൻ്റെ അടുത്താണ്. ഓല അടുത്തുനിന്ന് ഒരു ആപത്തുണ്ടാവില്ല ഗൈസ്. ഓല അടുത്തേക്ക് മോനെ ഈ വണ്ടി കാണാൻ തന്നെ വളരെ ടെക്കിയാണ് ഗൈസ്. നമ്മൾ ഈ അടുത്ത് വണ്ടി നോക്കുന്നുണ്ട് ഗൈസ്. കിട്ടിയിട്ട് ചട്ടി. നമുക്ക് ലാൻഡ് ക്രൂസർ അതിൽ നമുക്ക് പെന്നിന്ന് വിളിച്ചു നോക്കണം. ഷിഫ്റ്റ് ആയിട്ടാണ്. പിന്നെ ഒരു ബുലേറോയും മേടിച്ചെന്ന് അവൻ നോക്കാണ്ട്. വിളിച്ചു വെച്ചേക്കട്ടെ. അപ്പം ബെന്നിയെ വിളിച്ചെറിഞ്ഞ് ബെന്നി പറഞ്ഞാൽ ലാൻഡ് ക്രൂസർ എടുത്ത് വരാനാണ്. കാരണം ആ ഒറ്റ മോഡലുള്ളൂ. സംഭവം നമ്മളിപ്പം ഇറക്കിയാണ് കേട്ടോ നമ്മളെ സിറ്റിയിൽ നിന്ന്. അപ്പം ഒറ്റ മോഡലുള്ളൂ. അത് ബെന്നിക്ക് കൊണ്ടെടുത്ത ബെന്നി അപ്ഗ്രേഡ് ചെയ്ത് പല വേഷനിൽ ഇതിൻ്റെ ഓരോ വണ്ടികളും ഇങ്ങനെ ഇറക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു വണ്ടിക്ക് ഒരു പോറൽ പോലും പറ്റിക്കാതെ നമുക്ക് കൊണ്ടുകൊടുക്കണം.
കാരണം ഇത് നമ്മളെ ഷോറൂമൊക്കെ ഇല്ലാണ് കേട്ടോ. ഫ്രാങ്കിൽ പോയാൽ പിന്നെ നമ്മളാണ് ഷോറൂം നോക്കിയെടുത്താൽ സംഭവം നമ്മളെ കൂടി ഷോറൂമാണ്. കാരണം നമ്മൾ കുറച്ച് ഷെയറും കൊടുത്തുന്ന്. അപ്പം ഞങ്ങൾ 3 ആൾ കൂടി ചേർന്നുണ്ടാക്കിയ ഷോറൂമാണ് ഗൈസ്. അപ്പം നമ്മൾ നേരെ ഇനി പോണേ നേരെ നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഏറ്റവും പഴയ ഹൗസിലേക്കാണ് കേട്ടോ പോണേ. പണ്ട് ഗെയിം ആദ്യം കളിച്ചവർക്കറിയാം നമ്മളൊരു ഫ്രാങ്ക്ലിൻ്റെ പഴയ ഹൗസ്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോണത്. കാരണം ഈ വണ്ടി അവിടെ വെക്കാം, ആ ഹൗസുകാർ വരെ ഉണ്ടാവില്ല. നൈസായിട്ട് ഇടിച്ച് ഈ ഡോറൊക്കെ ഒന്ന് ഒന്ന് റെഡിയാക്കി വെക്കണം. അങ്ങനെ നമ്മളങ്ങ് വീട്ടിലേക്ക് എത്തിയേക്കാണ്. ഈ വഴി കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി എൻ്റെ വീട് ഏതാണ്. നമ്മൾ ഈ വീട്ടിൽ ഒളിപ്പിച്ചേക്കാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ വണ്ടി ഒളിപ്പിച്ചേക്കാനാണ് ഈ വീട്ടിൽ കൊണ്ടുവരുന്നതിന്. സംഭവം ഇത് ഒറ്റ മോഡലുള്ളൂ. ഈ മോഡലിനനുസരിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുവരണം. ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഓരോ ബോഡിയൊക്കെ അനുസരിച്ച് നമ്മളെ ബെന്നി സാധനങ്ങൾ ഓർഡർ ചെയ്ത് ഉണ്ടാക്കലാണ്. അപ്പം ലാൻഡ് ക്രൂസർ ആയതുകൊണ്ട് ഇത് കയറാക്കുമെന്ന് പറയണം. കയറാക്കൂല. കാരണം അവൻ പോലെ ഇത് CS ആണ്. അതുകൊണ്ട് തന്നെ വമ്പൻ ഓഫ് റോഡ് വണ്ടിയാണിത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാ ഓഫ് റോഡ് വണ്ടി ബെന്നി ഇവിടെ വെക്കാനാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ബെന്നി വന്ന് കൊണ്ടുപോയിക്കോളും പറഞ്ഞത്. നമുക്കെന്തായാലും ഈ വണ്ടി ഇങ്ങോട്ട് കയറ്റിയെടുത്താൽ മതി. ഇത് കയറില്ലേ ഈ വണ്ടിയിൽ? ഈ വീട്ടിൽ അധികം ആരും കയറില്ല. സംഭവം നമ്മൾ ഇത്ര കാലം അന്വേഷിച്ചതിനെ അനുസരിച്ച് ഈ വീട്ടിൽ അധികം ആരും അങ്ങനെ വരെയില്ല. ഇപ്പോൾ ലാൻഡ് ക്രൂസർ ഇവിടെ സേഫാണ്. അത് മാത്രമല്ല നമ്മൾ കാരിമിനാറ്റുമായിട്ടുള്ള ഇത് നോക്കിയപ്പോൾ കേട്ടനുസരിച്ച് ഇതുവരെ ഫ്രാങ്ക്ലിനായിട്ടൊരു ഇതില്ല. നീ എന്താന്ന് നല്ല രീതി സംശയമുണ്ട് കേട്ടോ വയസ്സ്. ഏതായാലും ഒരു ഇതില്ല. പിന്നത്തെ കാരിമിനാറ്റി നമ്മളെ ഫ്രാങ്ക്ലിനെ ആക്രമിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സംശയമുണ്ട്. നമുക്കേതായാലും ഈ വണ്ടി എടുക്കാൻ കഴിയാത്ത രൂപത്തിലാക്കി. ഇതാണ് വണ്ടി. അങ്ങനെ നമ്മൾ വീട്ടിൽ വണ്ടിയൊക്കെ ഒതുക്കിച്ച പിന്നെയും മൈക്രോയിലൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിന് എല്ലാവരും ഉണ്ട് കേട്ടോ. ലെസ്റ്ററും പിന്നെ കാരിമിനാറ്റി ആയിട്ടുള്ള കാര്യമൊക്കെ നമ്മളെല്ലാവരും അറിയിച്ചത്. സംഭവം പറഞ്ഞതെന്ന് പറയുന്നത് കാരിമിനാറ്റിൻ്റെ ഒരു ശത്രുത ഞങ്ങൾ അറിയാത്താണ്. അത് മാത്രമല്ല കാരിമിനാറ്റി ഇവിടെ വന്ന് താമസിച്ചതിൻ്റെ ഫുൾ വീഡിയോ അടക്കം നമ്മൾ ലെസ്റ്റർ നമുക്ക് അയച്ചത്. മാത്രമല്ല അവൻ്റെ ഹൗസ് ഒരു വില്ലേജ് സ്ഥലത്താണ് കേട്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയി ചെറുത് നിരീക്ഷിക്കണം. ഡിഫറൻറ്റൊന്നും എടുത്ത് പോകണ്ട. നമുക്ക് ഈ വണ്ടിയാണ് ഒരു സാധാരണക്കാരൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇവിടെ ആയിട്ടാണെന്നാണ് കേട്ടത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഒരു ചെറിയ ഹൗസ് ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇവിടെ ഈ ഭാഗത്താണ് ഫ്രാങ്ക്ലിൻ്റെ ഹൗസ്. നമുക്ക് ഈ മഞ്ഞയാണ് ഫ്രാങ്ക്ലിൻ്റെ ഹൗസ്. അപ്പോൾ ഈ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് മറ്റേ ഹൗസ് ചെക്ക് ചെയ്ത് കണ്ടിട്ട് ഇവിടെ എവിടെയെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും. വേണ്ട, നമുക്ക് നല്ല ചെക്ക് ചെയ്താൽ. ഞാൻ ഡ്രൈവറും ഇവിടെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇപ്പം എന്താ പത്ത് വരികയാണ് ഡ്രൈവർ നോക്കിക്കോളും. നമുക്കത് നോക്കിയേ വേണ്ട. കണ്ണാള് വീട് അതല്ല ഇത് തന്നെ തോറ്റ ചുവപ്പ് അത് തന്നെ ചുവപ്പ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തേക്കാം. അങ്ങനെ ഒടുവിൽ നമ്മൾ കണ്ടിട്ട് ലെസ്റ്റഡ് നമുക്ക് നല്ല രീതിക്ക് തന്നെ അയച്ചു കാണുന്ന BMW കാണില്ലേ, അതാണ് ഈ നീല വീടാണ്. സംഭവം കാണണ്ട, നമുക്ക് ബാക്കിലൂടെ ചെക്ക് ചെയ്യാം. ഇതൊക്കെ നമ്മളെ ചെക്കന്മാരാണ് കേട്ടോ ഗൈസ്. നമ്മളെന്ത് പറഞ്ഞതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും തരും. കാരണം നമ്മളെ ഡ്രൈവറല്ലേ ഇവിടെ. ഇതേ വണ്ടി വെച്ചാണ് കിഡ്നാപ്പ് ചെയ്തേ. അപ്പോൾ തന്നെ ചിലപ്പം ഫ്രാങ്ക്ലിൻ ഇവിടെ ഉണ്ടാവും, നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും ഗൈസ്. അങ്ങനെയാണ് കാരിമിനാറ്റി. അപ്പം നമ്മൾ
ഇവിടെ ചെറിയ ബിസിനസ്സൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനെ നമ്മൾ കിഡ്നാപ്പ് ചെയ്തെന്ന് സംഭവം ഒക്കെ നമ്മളെ വീട്ടിലാന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. പക്ഷെ നമ്മൾ ബുദ്ധിമാന്മാരല്ലേ, നമ്മൾ വീട്ടിലല്ല ഓനെ വെച്ചത് വയസ്സ്. ഓനെ നമ്മൾ ഓരോ സ്ഥലത്തേക്കാണ് വെച്ചത്. ഇപ്പം സംഭവം ഈ കോഴ്സൊക്കെ എടുത്താൽ ശരിയാവില്ല. നമുക്ക് ചെറിയൊരു ഡ്യൂട്ടി കൂടി ഉണ്ട് വയസ്സ്, വേറൊന്നുമില്ല. നമുക്ക് ഒരു മിസ്റ്റർ ബീൻ പറഞ്ഞൊരു പ്രശസ്ത യൂട്യൂബർ ഇങ്ങോട്ട് വരുന്നുണ്ട്. മിസ്റ്റർ ബീൻ അറിയാത്ത വേറെ ഒരാളും ഉണ്ടാവില്ല. അത്രയും വലിയ യൂട്യൂബറാണ് അങ്ങനെ. നമുക്ക് കിഡ്നാപ്പ് ചെയ്യണം. ഓൻ്റെ മുഴുവൻ ഇത് നമുക്ക് അടിച്ചു മാറ്റിയിട്ട് നമുക്ക് അതിന് വലിയൊരു ആളായി മാറണം. അപ്പം നമുക്ക് നേരെ ഓനെ കിഡ്നാപ്പ് ചെയ്യാൻ പോയേക്കാം. നമ്മൾ പറയുന്നൊക്കെ കേട്ട് നിന്നിട്ട് സംഭവം വേറെന്തല്ല. ഓനും ഇവിടെ ഏതായാലും ഫ്രാങ്കിലില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇവിടെ ഇപ്പം ഞാനും ഉണ്ടാവില്ല, നമുക്കൊന്നും ഇവിടെ ചെക്ക് ചെയ്ത് നോക്കണം. എക്സാം പറഞ്ഞത് ശരി തന്നെയാണ് കേട്ടോ, ഇവിടെ ഫ്രാങ്ക്ലിൻ ഇല്ല. അപ്പം എങ്ങനെയെങ്കിലും ഒരാളെ രക്ഷപ്പെടുത്താണ്ട്. കാരണം അതാരുമല്ല, നമ്മൾ പ്രശസ്ത യൂട്യൂബർ ഫ്രാങ്ക്ലിൻ തന്നെ തുളർന്ന് വരിക. പ്രശസ്ത യൂട്യൂബർ മിസ്റ്റർ ബീസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഓനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കാരണം കാരിമിനായിട്ട് ഓനെ കിഡ്നാപ്പ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് ഓനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. അപ്പം നമ്മൾ ഷിഫ്റ്റ് ഇവിടെ എടുക്കുന്നുണ്ട്. ഷിഫ്റ്റ് എടുത്താൽ നമുക്ക് നേരെ മൈക്കിളിൻ്റെ അടുത്ത് പോകാം. അതുപോലെ ആ കാറ് ചിലപ്പോൾ അവിടെ കൊണ്ടുപോകും. കാരണം അവിടെ വെച്ചാരെങ്കിലും കുപ്പിയും ഒറ്റ നോട്ടത്തിൽ നമ്മൾ തന്നെ കണ്ടാടുന്നു. അതുകൊണ്ട് കാറവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. നമ്മളെ പ്ലാനിങ്ങൊക്കെ ചിലപ്പോൾ ആ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കാർ വിട്ടുകൊണ്ട് നേരെ ആ വീട്ടിലേക്ക് വിടാം. നമ്മളിവിടെ എത്തിന്ന് കേട്ടോ. നമ്മളെ മൈക്കിളുണ്ട്, കുറേ നേരമായി വിളിച്ചത്. അപ്പോൾ അത് നോക്കണം. നമുക്ക് ഏതായാലും കാർ വിടാൻ നോക്കാം. ചോദിക്കുക ആർക്കും സംശയം തോന്നും. ചിലപ്പോൾ കാരിമിനാറ്റി എന്തായാലും അതിനാണ് പോയി. നമുക്ക് ഏതായാലും മൈക്കിൾ വിളിച്ച് എത്ര പെട്ടെന്ന് ഒരു എങ്ങനെയെങ്കിലും ആ മിസ്റ്റർ പീസിനെ രക്ഷപ്പെടുത്താൻ നോക്കണം. മൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട് വയസ്സ്. മൈക്കിൾ നമ്മൾ കുറേ നേരമായി വിളിക്കുന്നത്. കാർസൊക്കെ ബാക്കിലാണ് തോന്നുന്നുണ്ട്. കാർ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഗൈസ്, കൊണ്ടുപോയി. അപ്പോൾ മൈക്കിളിൻ്റെ വേഗം വിളിച്ചു. അങ്ങനെ നമ്മൾ മൈക്കിളിനെ സംസാരിച്ച് മൈക്കിളും പറഞ്ഞ ഇത് തന്നെയാണ്, നമ്മൾ മിസ്റ്റർ ബീസിനെ രക്ഷപ്പെടുത്താനാണ്. അപ്പം ഫ്രാങ്ക്ലിൻ ഏതായാലും മിസ്റ്റർ ബീസിനെ ഉപയോഗിച്ച് നമുക്ക് ഫ്രാങ്ക്ലിനെ പൊക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മിസ്റ്റർ ബീസിനെ രക്ഷപ്പെടുത്താൻ മാത്രമാണ്. ഫ്രാങ്ക്ലിൻ്റെ കട്ട ചങ്കുമാണ്. മൈക്കിളിൻ്റെ ഫ്രാങ്ക്ലിൻ്റെ ഒരു അസ്തരൊക്കെ ചങ്കാണ് നമ്മൾ മിസ്റ്റർ ബീൻ. പോലെ ഫ്രാങ്ക്ലിനാണ് ആദ്യം മിസ്റ്റർ ബീൻ വിളിച്ച് കിട്ടാത്തതുകൊണ്ടാണ്. മാത്രമല്ല നമുക്ക് മിസ്റ്റർ ബീൻ്റെ ഫോൺ എടുത്താൽ വലിച്ചെറിയും വേണം. മിസ്റ്റർ ബീൻ്റെ ഫോണ് ഹാക്ക് ചെയ്ത് നമ്മൾ കാരിമിനാറ്റി. അപ്പം എങ്ങനെയെങ്കിലും നമുക്ക് അതൊക്കെ റെഡിയാക്കിയേ പറ്റൂ. അപ്പം ഇതിനു വേണ്ടി നമുക്കൊരു കാർ പോലെ തരുന്നുണ്ട് തന്നെ. അപ്പം നമുക്ക് ഏതായാലും ആ കാർ തന്നെ എടുത്ത് പോവാം. അങ്ങനെ ഗൈസ് നമ്മളിവിടെ എത്തിയേക്കാണ്. ഇവിടെ ബുലേറും ഉണ്ട്, നമ്മൾ ഹമ്മറും ഉണ്ട് കേട്ടോ ഗൈസ്. സംഭവം ബുലേറോ ചെറിയൊരു ആവശ്യമുണ്ട്. ഞാൻ നമുക്ക് സർപ്രൈസ് ആയിട്ട് ലാസ്റ്റിലാണ് പറയുന്നത്. നമുക്ക് ഹമ്മർ എടുത്താണ് പോകേണ്ടത് കേട്ടോ. അത് പോലീസ് റിപ്പോർട്ട് ചെയ്യാനുണ്ട് ഗൈസ്. ഇല്ല, പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ചെറിയ കണക്ഷൻ ബുലേറോനുണ്ട് ഗൈസ്. അപ്പം നേരെ മിസ്റ്റർ ബീനെ രക്ഷിക്കാൻ പോയേക്കാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തി എല്ലാത്തിനും അടിച്ച് ഒക്കെ കൊന്ന് നമ്മൾ കടലിൽ ഒഴുക്കിയിട്ടാണ് കേട്ടോ ഗൈസ്. ഒക്കെ കൊന്ന് കുറേ വണ്ടിയൊക്കെ താലങ്ങ് വിലങ്ങാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ റോയ്സിനിട്ട് മിസ്റ്റർ ബി നമ്മളെ വണ്ടിയിലാണില്ലേ. സംഭവം മൂപ്പരാകെ പേടിച്ചിരിക്കാത്തതുകൊണ്ട് വീഡിയോ ആയിട്ട് കാണിച്ചാൽ കഴിയാത്തൊരവസ്ഥ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. വേഗം വിട്ടോ. വണ്ടി എപ്പോഴാണേലും പൊട്ടിത്തെറിച്ചു. നമുക്കിനി ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല. വേഗം മിസ്റ്റർ ബീനെ കൊണ്ടുപോകാം. മിസ്റ്റർ ബീൻ കാറിൻ്റെ അകത്തുണ്ട് ഗൈസ്. അപ്പം ഞാൻ വണ്ടിയൊക്കെ പൊട്ടിത്തെറിച്ചു. കാരണം ആ കാറിൽ എന്താ കൊണ്ടുവരാത്തതെന്ന് വെച്ചാൽ ചിലപ്പം ആ കാറിൽ ചിലപ്പം ട്രാക്കറൊക്കെ വെച്ചിട്ടുണ്ടാകും. കാരിമിനാറ്റി അല്ല ആള്. അതുകൊണ്ട് നമുക്ക് നേരെ ഈ വണ്ടി തന്നെ എടുത്ത് പോവാം. ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തിയേക്കാണ്. ഹമ്മർ ഈ വീട് ഇറക്കണ്ടിട്ടോ ഗൈസ്. മോനെ മിസ്റ്റർ ബീനെ അകത്തുകൊണ്ടിരുന്നു. സംഭവം നമ്മൾ പ്രസിഡൻറ്റ് നമുക്ക് തന്ന കേട്ടോ.
ഞാൻ നമ്മളെ മെയിൻ സംഭവം നമ്മളിത് ഫ്രാങ്ക്ലിൻ കാണാതെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഫ്രാങ്ക്ലിൻ ചെറിയൊരു ആളല്ല ഗൈസ്, പോലീസിൽ വലിയൊരു ഓഫീസറാണ്. അപ്പം പോലീസ് എങ്ങനെയൊക്കെ നീങ്ങണം എന്നുള്ള കാര്യം ഇപ്പം നമ്മൾ ഫ്രാങ്ക്ലിനാണ് നിയമിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ എന്നിട്ട് കേസ് കൊടുക്കണം ഗൈസ്. സംഭവം മിസ്റ്റർ ബി ആണ് നിന്നോളും. പിന്നെ നമ്മളെല്ലാം തെളിവ് മുഴുവൻ നശിപ്പിച്ച് നിട്ടു ഗൈസ്. സംഭവം കരിമിനാറ്റിക്ക് ഒരു തെളിവ് പോലും ബാക്കി വെക്കാത്ത രൂപത്തിലാണ് നമ്മൾ നശിപ്പിച്ചത്. നമ്മൾ ഇവിടെ എത്തിയിട്ട് ഒരു പോലീസ് പുലയറാണ് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് നേരെ ആ സാറിനോട് തന്നെ, ഇപ്പോൾ ഒരു സാറും ഇല്ല ഗൈസ്, ആകെ ഈ സാറേ ഉള്ളൂ. ഈ സാറിനോട് തന്നെ പറയാം, സാറേ ആരോടോ ഞാനാണ് എന്നെ വിചാരം സാറേ ചെറിയൊരു കേസ് ഉണ്ട്, ഇനി എന്താ പറയുക നമ്മളെ ഫ്രാങ്ക്ലിൻ കാണില്ല. ഏത് ഫ്രാങ്ക്ലിൻ? നമ്മളിപ്പോഴത്തെ പോലീസ് ഫ്രാങ്ക്ലിൻ. പോലീസ് ഫ്രാങ്ക്ലിൻ സാർ, പോലീസ് സാർ ഫ്രാങ്ക്ലിൻ. മൂപ്പരെ കാണാതായി, നമ്മളറിയില്ലല്ലോ. എന്തായാലും ഒരു കേസ് ഫയൽ ചെയ്തിട്ട് പോയിക്കോ. ഞങ്ങൾ ഫുൾ ചെക്ക് ചെയ്തോണ്ട് നമ്മുടെ കേസ് ഫയൽ ചെയ്തിട്ട് പോകാം. എന്തൊരു സംശയമുണ്ട് ഇയാളെ. സാറേ എത്ര പെട്ടെന്ന് നോക്കണം, കേസൊക്കെ ഫയൽ ചെയ്തു കേട്ടോ. പോലീസ് പുലയറാണ്, ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ടല്ലേ വേറെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയി സാറേ, ഞാൻ പോലീസിലൊന്നും ചേർക്കണം കേട്ടോ. പോലീസിലോ അത്ര പെട്ടെന്ന് ചേർക്കാനില്ല, നമ്മൾ ഫ്രാങ്ക്ലിൻ ചെങ്കലായി സാറേ. ഒന്നും ചേർക്കാനില്ല, താൻ പോടും. ഇയാൾക്കത്തെ മോട്ടെ, ഇയാൾക്ക് എന്ത് തോന്നുന്നുണ്ട്? ഇയാൾക്ക് നല്ല സംശയമുണ്ട്. ഏതാണ് ഈ വണ്ടി ഇവിടെ മാറ്റി അവരെ ബുലേറും കൊണ്ട് വന്ന് വേം വിട്ടോ, അല്ല ഞാൻ വേണ്ടി വെച്ച് കൊല്ലും. ഞാൻ വിടാം. ഇയാളെനിക്ക് നല്ല സംശയമുണ്ട്. ഇവിടുന്ന് മാറി നിന്നാണ്ട് ഇയാളെന്താ പറയുന്നതെന്ന് കേൾക്കാം. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്തത് പോലീസ് ബുലേറാണ് കേട്ടോ വയസ്സ്. അതാണ് സാറ് ചോദിച്ചത്. ഓക്കെ, എന്തായാലും മതിലടിച്ചായിരിക്കാം. ആദ്യമാണ് പോലീസ് മതിലൊക്കെ ചാടാം. അമ്മച്ചാ ബാലിട്ടൊന്നും പറ്റിയില്ല. നമുക്ക് ഇൻഷുറി ഹെൽത്തൊക്കെ ഓണാക്കി വെച്ചാലേ മൂപ്പര് പറയുന്നത് എന്താണെന്ന് കേൾക്കാം. പെട്ടെന്ന് കേൾക്കാൻ പറ്റൂല, നമുക്ക് അവിടെ പോയി ഇന്ന് കേൾക്കാം. നമ്മളങ്ങനെ ജയിലിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ മൂപ്പര് അടക്കണ്ട് കേൾക്കാം എന്താ പറയുന്നത്. അങ്ങനെ ഫ്രാങ്ക്ലിൻ പോയല്ലോ. ഇനി ഫ്രാങ്ക്ലിനെ പകർത്തിനി നമുക്ക് ആ പോലീസ് പദവിയിലെടുക്കാറാം. എന്നിട്ട് വേണോ ഒരു ജാട കളിച്ചാൽ നമുക്ക് കരിമിനെത്തി സാറിനെ വിളിച്ച് കാര്യം അറിയിക്കാം. നമ്മൾ കരിമിനെത്തിൻ്റെ ആളെന്നുള്ള കാര്യം ആർക്കും അറിയില്ലല്ലോ. എന്തായാലും എങ്ങനെയെങ്കിലും അത് അറിയിച്ചു താര വിരിഞ്ഞി. അപ്പം നമുക്ക് ഏതായാലും ഓനെ അറിയിക്കും. കേസ് എന്താണെന്ന് ഫയൽ ചെയ്ത് നോക്കാം. ഗൈസ്, ഇയാൾ കരിമിനേറ്റിൻ്റെ ആളാണ് ഗൈസ്. ഫ്രാങ്ക്ലിനെ വേണ്ടി ഇയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ മരിച്ച സ്ഥിതിക്ക് കരിമിനേറ്റ് തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യം നമുക്ക് വേഗം പറയണം. എന്നിട്ടുണ്ട് ഇനി ഇപ്പം മൂപ്പര് പറഞ്ഞാൽ നിങ്ങൾ ഫുള്ളും കേട്ടില്ല ഗൈസ്. അപ്പോൾ ഫുള്ള് ഞാൻ പറയാം. മൂപ്പര് പറഞ്ഞാൽ കരിമിനേറ്റിന് വെച്ച് മൂപ്പരെ കൊല്ലും, എന്നിട്ട് ഈ പദവിയിലേക്ക് മൂപ്പര് കയറണം എന്നാണ് മൂപ്പര് ആഗ്രഹം. അപ്പം അതിന് നിന്ന് കൊടുക്കില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഏതായാലും മൂപ്പര് അപ്പനെടുക്കില്ല. ഒരു ആള് ചെറുതായിട്ട് കേസെടുക്കാൻ വന്നത്. അപ്പോൾ ആദ്യം പോലെ രണ്ടാളും അപ്പനെടുക്കില്ല. ഇപ്പം നേരെ കൊല്ലാം. രണ്ടാൾ വന്നോ? രണ്ടാളും പോകുന്നുണ്ട്. ചേച്ചി കൂടി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചി കൂടിയും പോട്ടെ. എനിക്ക് ചെറിയൊരു ഡ്യൂട്ടിൻ്റെ തരാം. അപ്പോൾ ഞാൻ ഇവിടെ വെക്കട്ടെ. എന്താ ചെയ്തോ, ഞാൻ പോകണം കേട്ടോ. പോകുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ആ ജയിലിൽ ഞാൻ പിടിച്ചിടും. ഓക്കെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. ചേച്ചി പോയിന്ന് ഗണ്ണുമെല്ലാം വെച്ചേനി. സംഭവം ഓല് കണ്ടാൽ പിന്നെ കുഴപ്പമാണ്. ചേച്ചി പോയെന്ന് ചേച്ചി കൊണ്ട് ഇപ്പോൾ പറയണ്ട. എന്താടോ പോയില്ലേ? ചെറുതായിട്ട് വന്നിട്ടൊക്കെ നോക്കട്ടെ. CCTV ക്യാമറ ഇത് നമുക്ക് പണിയാവും. ഇപ്പോൾ സാറേ കേസ് സാറിനൊരു കേസാണെങ്കിൽ കീറി കളിയും.
സാറ് ഇവിടുത്തെ പോലീസ് ഓഫീസറല്ലേ, താൻ പോടൂ, അല്ലെങ്കിൽ തന്നെ എടുത്ത് ഞാൻ ജയിലിലിട്ടു. ആ വയ്ക്കണേ മക്കളാ. നമുക്ക് നേരെ പോയാണ്ട് മാസ്ക് ഇട്ട് വന്നാണ്ട് ഇയാളോട് കൊല്ലാം. മനസ്സിലാവില്ലേ? ആ എന്നോട് മാസ്ക് ഒക്കെ ഇട്ടെത്താട്ടാ. തന്നെ ഞാൻ പിടിച്ചിട്ട് പോലീസ് ഇട്ടു. എന്നെ പിടിച്ചിടാൻ ഗണ്ണോ താഴത്തൊക്കെ ഞാൻ അപ്പം ഷൂട്ട് ചെയ്യും. അടങ്ങിന്നെ പോലീസിലേക്ക് ചേർത്തിക്കോ. തന്നെ ഒന്നിലും ചേർത്തൂല. ചേർത്തൂലെന്നോ? ഞാൻ അപ്പം ഷൂട്ട് ചെയ്യും. തൻ്റെ കയ്യിലിരിക്കുന്ന തോക്കണ്ടോ? അപ്പം അതിന് വെറുത്തോ മോനെ. ആ തോക്ക് എങ്ങനെ താഴ്ത്തിച്ച വെക്കണോ? എപ്പോൾ വെക്കും? കുറച്ച് വിട്ടിക്കുക, അല്ലെങ്കിൽ നമ്മളും പോണു വണ്ടിക്കൊന്നും പോലെ. അപ്പം സാറേ വെടിയൊക്കെട്ടെ വേണ്ട, തന്നെ പോലീസില്ലേ അപ്പനെ ചേർത്താം. ഇങ്ങനെ വൈക്കുക. പിന്നെ CCTV ക്യാമറ ഒക്കെ പോക്കിയാണ്ടിട്ടോ. ഞാൻ വന്നതിന് തൊട്ടില്ല മുഴുവൻ CCTV ക്യാമറ പോയിക്കോണ്ടി. കേസ് ഇങ്ങനെ നമ്മൾ എഴുതിച്ചു കിട്ടുമോ? നമ്മൾ ചെയ്തെന്താന്ന് വെച്ചാൽ നമ്മൾ ആ കുറച്ച് ദൂരത്തു നിന്നുള്ള പോലീസ് ഇങ്ങോട്ട് വന്നതെന്നുള്ള അരീപത്തിൽ ട്രാൻസ്ഫർ അങ്ങനത്തെ രൂപത്തിലാണ് ഇവിടെ പോലീസ് എന്ന് എഴുതി വെച്ചത്. അപ്പോൾ പോവല്ലേ? ആ പോവാ, തന്നെ കൊന്നിട്ട് പോവാ. ഞാനൊരു പാവമാണ്, താൻ പറയുന്നൊക്കെ ഞാൻ കേട്ട്. താൻ കാരിമിനാറ്റിൻ്റെ ആളാന്നില്ലേ? അങ്ങനെ അറിയാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും മോനെ. ഞാൻ ഫ്രാങ്ക്ലിൻ്റെ കട്ടച്ചങ്കാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഫ്രാങ്ക്ലിൻ മരിക്കുകയും ചെയ്യൂ. താൻ ഞാൻ വെടിവെച്ച് കൊന്നാച്ചു ഇതാനും തീരും. അപ്പോൾ പോലീസിന് ഞാൻ പോട്ടെ. വെടിവെച്ച് കൊണ്ടുവന്ന പോസിറ്റീവ് ഫോട്ടോയിൽ എന്തായാലും തെളിയും. കാരണം നമ്മൾ വെടിവെച്ച് കൊന്നാൽ എന്തായാലും പൊക്കും. അതുകൊണ്ട് വെടിവെച്ച് കൊല്ലണ്ട മൂപ്പരെ. ഇപ്പം നമ്മൾ വെടിവെച്ചൊന്നും കൊല്ലില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഏതായാലും ഇവനെ ഇടിച്ചെണ്ണം കൊല്ലാം, ഒരു ശ്വാസം മുട്ടിച്ചെടുക്കും കൊല്ലാം. ഇടിച്ച ചെറിയ രീതിയൊക്കെ പോകും, പിന്നെ ശ്വാസം മുട്ടിച്ചാവുന്ന കൂടി വെച്ചുള്ളൂ. അപ്പം നേരെ വണ്ടി കയറ്റായി ചേച്ചി നമുക്ക് കയറാൻ പറ്റിയ സമയം. എല്ലാവരും കൊന്നു, ചേച്ചിമാരെ മുഴുവൻ നമ്മൾ കൊന്നു കിട്ടും വയസ്സ്. അപ്പം ഒക്കെ നമ്മൾ പിടിച്ച് മാറ്റിയിട്ടെന്ന് സംഭവം. എത്തിനകത്ത് സംഭവം നമ്മൾ വെച്ചെന്താന്ന് വെച്ചാൽ ആ പോലീസിനാണ് ചേച്ചിമാരെ മുഴുവൻ കൊന്നത്. നമ്മളാ പോലീസിനെ ഇടിച്ചത് കൊന്നു, ഇത്രേ ഉള്ളൂ. അപ്പം പോലീസുകാർ വരികയാണെങ്കിൽ നമുക്ക് നേരെ പറയാം. നമുക്ക് കുറച്ച് നേരം കാത്തു നിന്നിട്ട് അല്ലെങ്കിൽ ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. സംബന്ധം ഇങ്ങോട്ട് വന്ന വണ്ടിയാണ്, നമ്മളെ വണ്ടി അവിടെയാണ്. നമുക്ക് ആ വണ്ടി തന്നെ ചോദിച്ചു കൊന്നു. ചേച്ചി ഇവിടെ അതാ ആക്സിഡൻ്റ് ആണ്, ചേച്ചി അങ്ങോട്ട് പോയി കാണാനല്ലേ? എനിക്കൊരു കേസുണ്ട് അവിടെ. ഇനി പോലീസ് ഉണ്ടായിട്ട് വേണ്ടേ? പോലീസില്ലേ? ഞാൻ ഒന്ന് കറങ്ങിയിട്ട് പോവാം. ചേട്ടൻ അവിടെ പോലീസില്ല? ഇല്ലേ? ഞാൻ ഒന്ന് കറങ്ങിയിട്ട് പോവാം. ഇത്തത്തെ ബഹുമാരൊക്കെ കറങ്ങി പോവാൻ നമുക്ക് നേരെ വണ്ടി എടുത്തോളൂ. വയസ്സ് അങ്ങനെ വേറെ ഓഫീസർ വന്നു വിട്ടു. വയസ്സ് ഏതായാലും ഈ വണ്ടി ഇവിടെ വെക്കാം. ഏതായാലും കാര്യം പറയാം. സാറേ എന്താ സാർ ഇവിടെ? എന്താ അറിയില്ലടാ, ചെന്ന കണ്ടോ? ഞാനാണിത് ചെയ്ത സാറേ. എന്ത് ചെയ്തു? ഇവിടെ നിന്ന് സാറ് ചെയ്തു. ഞാൻ അത് കണ്ണും കണ്ട് നോക്കി, ശ്വാസത്തിലെ ക്യാമറ നോക്കി വിളിച്ചാറേ. അപ്പോൾ മൂപ്പര് മരിച്ചു പോയി സാറേ. എങ്ങനെ ഓല അറ്റാക്ക് ചെയ്യുന്ന ഇടയിൽ മൂപ്പര് മരിച്ചു പോയി സാറേ. എൻ്റെ ഇടയിൽ മൂപ്പർക്ക് നാവിക്കിട്ട് ചവിട്ടിട്ടി, അതിൽ ചെറുപ്പം മരിച്ചു പോയി. ചവിട്ടിട്ടിയതോ? സംഭവം 2 ലേഡികളും അവിടെ കൊന്നു സാറേ. കൊന്ന് മൂപ്പരോ? സത്യമായിട്ട് ഞാൻ കണ്ണുകൊണ്ട അല്ല. CCTV ദൃശ്യം നോക്കിയോളൂ സാറേ. നോക്കട്ടെ. അങ്ങനെ CCTV ഒക്കെ നോക്കിയെന്ന് കിട്ടും ഗൈസ്. അപ്പം സാറും മനസ്സിലായില്ലേ സാറേ? പക്ഷെ ഞാൻ അന്നെ അകത്താക്കാൻ പോകും. എന്തിനി? മൂപ്പരെ കൊന്നേനി. താനെ കൊന്നേന്നില്ല CCTV ദൃശ്യമായിട്ട് കണ്ടേ. അങ്ങനെ നമ്മൾ പോക്കിയാണല്ലോ. ബുലേറെടുത്ത് കയറ്റി കൊന്ന്. ഒക്കെ CCTV ഒന്ന് നോക്കി വെക്കാം. CCTV നോക്കാൻ പോവാ. വേറെ എന്തോ പറയണ്ട അവൾ കേൾക്കാം. അവനെ മണ്ടനാക്കിയ നാടിട്ട് കൊന്നിട്ട് വേണം
എനിക്ക് ഈ പൊസിഷൻ മുഴുവൻ കീഴടക്കാൻ ഫ്രാങ്ക്ലിൻ പോയതല്ല നന്നായി. ഇവർക്കൊന്നും അറിയില്ലല്ലോ ഞാനും കരിമിനാറ്റിൻ്റെ ആളാണെന്നില്ല. ഞങ്ങൾ രണ്ടാളെ ഇവിടെ ആകെ കരിമിനാറ്റിൻ്റെ ആളുള്ളൂ. ഇനിയും കരിമിനാറ്റിൻ്റെ ആൾക്കാരെ ഇങ്ങോട്ട് ഇറക്കാൻ പോവാണ്. എന്നിട്ട് വേണം ഈ ലോകം മുഴുവൻ കരിമിനാറ്റ് കീഴടക്കാൻ. അതായത് കരിമിനാറ്റ് മൂപ്പര അറസ്റ്റ് ചെയ്താൽ നന്നായി. അല്ല, മൂപ്പര കിഡ്നാപ്പ് ചെയ്താൽ നന്നായി. പോലീസുകാർ ഫുൾ അറസ്റ്റാണല്ലോ കുറച്ചോനെ തൊള്ളേ വരുന്നത്. അതിന് ഇവനിതൊന്നും കേൾക്കാത്ത നന്നായി. പിന്നെ കേട്ട അവനത് കൊന്നിട്ട് കളയാം. സാറേ എന്താടാ? ഒന്നുമില്ല. കേസ് അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി കേട്ടോ. സംഭവം ഒക്കെ ഞാൻ കൊല്ലട്ടെ. എത്ര പ്ലാൻ ചെയ്തിങ്ങനെ തന്നെ ഞാൻ കൊല്ലുക. ഒന്നും നോക്കില്ല, കൊന്നിട്ടിടുക. അത്ര ഇതിനാണോ സാറിനെ കൊന്ന്? സംഭവം എന്തല്ല ഒക്കെ ആ CCTV നോക്കി വെക്ക്. പിന്നെ മൂപ്പര് ചെറിയൊരു ഇതാണ്. പിന്നെ സാക്ഷിയൊന്നും വേണ്ടാത്തോണ്ട് താനും അങ്ങോട്ട് പോയിക്കോ. പിന്നെ താന്ത് നോക്കി വരിക, തന്നെ കൊല്ലും. ഇവന്മാര് നിൽക്കില്ല കൈസൊക്കെ ഓടുകയാണ്. ഓടിക്കൊല്ലം. അപ്പം നമുക്കിനി നേരെ വീഡിയോ ഇവിടെ വെച്ച് അടുത്ത വീഡിയോയിൽ നമ്മളൊരു പോലീസ് ഓഫീസറായിരിക്കും. കാരണം ഇവരൊക്കെ കൊന്ന ഈ പോലീസ് സംഭവം ഇവരൊക്കെ കൊന്ന ഈ പോലീസാണെന്നില്ലേ നമ്മൾ വില നോക്കിയിട്ട് കയറ്റിടും. ഇത് നമ്മൾ ലെസ്റ്ററിൻ്റെ ഇതിൽ നമ്മളെ CCTV മുഴുവൻ ഹാക്ക് ചെയ്ത് വെച്ചാൽ ലെസ്റ്റർ ഇതിൽ വേറൊരു വീഡിയോ കിട്ടുന്ന സംഭവം വേറെ എന്തല്ല. ഈ പോലീസ് ഇവരൊക്കെ കൊന്ന് പിന്നെ അതിൻ്റെ പേരിൽ ഈ പോലീസിൻ്റെ ഇടയിൽ കേസും വെച്ച് നമ്മൾ ഇവരെ കൊന്ന് പിന്നെ അതിൻ്റെ പേര് ആ പ്രൊമോഷനിൽ നമ്മളിവിടെ പോലീസാവും. പിന്നെ കരിമിനാറ്റിൻ്റെ ആൾക്കാരായ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ച് കൊല്ലും. അപ്പം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് എല്ലാം വരിക. അപ്പോൾ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യാം. നല്ല ലെങ്ത് കൂട്ടിന്ന് കഴിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്. പൊട്ടത്തരൊക്കെ ഉണ്ടാവും, പ്രോത്സാഹിപ്പിച്ചേരി.